ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കെലിറ്റൽ സിസ്റ്റം ആണ് കേട്ടോ. Skeletal system, it gives the framework to the body, framework of bones and cartilage that constitute the skeletal system of our body. അപ്പോൾ നമ്മുടെ skeletal system ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്? ബോൺസും കാർട്ടിലേജും വെച്ചിട്ടാണ് കേട്ടോ. So bones and cartilage, that is a special connective tissue. ഈ ബോൺസും കാർട്ടിലേജും എന്താണ്? ഒരു തരത്തിൽ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ദിസ് വിൽ മേക്ക് ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി. ഈ മസിൽസിന്റെ ഒപ്പം ഈ സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ കാർട്ടിലേജും ബോൺസും ഇല്ലെങ്കിൽ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് മൂവ്മെന്റ് ഓഫ് എനി പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഈ ബോൺസും കാർട്ടിലേജും ഒരുപാട് റോൾ ഉണ്ട് അതിന്. ഹിയർ ദ ബോൺസ് ഇറ്റ് വിൽ ബി ഹാവിങ് എ ഹാർഡ് മാട്രിക്സ് വിച്ച് ഇസ് മെയ്ഡ് വിത്ത് കാൽഷ്യം സോൾട്ട്. കാൽഷ്യം സോൾട്ട് കൊണ്ട് ഉണ്ടാക്കിയ കുറെ ഒരു ഹാർഡ് ആയിട്ടുള്ള മാട്രിക്സ് ആണ് ബോണിനുള്ളത്. പക്ഷെ in the case of cartilage we can see the matrix it is pliable. It is made with chondroitin sulfate. Chondroitin sulfate കൊണ്ടാണ് അതിന്റെ മാട്രിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് പ്ലയബിൾ ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. Now ഈ skeletal system when we can see around 206 bones and few cartilages present in the skeletal system. ഏകദേശം 206 ബോൺസും അതുപോലെ കുറച്ച് കാർട്ടിലേജും ഒക്കെ കൂടിയതാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ സീ ദ സ്കെലിറ്റൽ സിസ്റ്റം വെൻ വി സ്റ്റഡി ഇറ്റ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 2 ഡിഫറെന്റ് പാർട്സ് മേജർലി, ദാറ്റ് ഈസ് ആക്സിയൽ സ്കെലിറ്റൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ആക്സിസ് എന്ന് പറയുന്നത് എന്താ? സെന്റർ ആക്സിസ് ഓഫ് അവർ ബോഡി. ദാറ്റ് ഇൻക്ലൂഡ് സ്കൾ, വെർട്ടിബ്രൽ കോളം, സ്റ്റെർണം ആൻഡ് റിബ്സ്. ഇതാണ് നമ്മുടെ ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുന്നത്. അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ലിംസ്, അതായത് ഫോർ ലിംസും ഹിൻഡ് ലിംസും അതിന്റെ ജോയിന്റ്സും ഓർ ഗിർഡിൽസ് ഓഫ് ദിസ് ലിംസ്, അതാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സെഷനിൽ ദ ആക്സിയൽ സ്കെലിറ്റനിൽ വരുന്ന ബോൺസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഹിയർ ആക്സിയൽ സ്കെലിറ്റൻ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് 80 ബോൺസ്. എത്ര ബോൺസ് ഉണ്ട്? 80 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ് ആർ പ്രസന്റ് ഇൻ ദ ആക്സിയൽ സ്കെലിറ്റൻ. അതൊരു കറക്റ്റ് എക്സാക്ട് നമ്പർ ഒന്നല്ല കേട്ടോ. ഇറ്റ് വിൽ ബി almost 80 bones are present in the axial skeleton. So here the axial skeleton it consists of skull, vertebral column, sternum and ribs. First we will see skull. Skull എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലയോട്ടിക്കാണ് സ്കൾ എന്ന് പറയുന്നത് അല്ലേ. സോ ഹിയർ ദ സ്കൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്രേനിയൽ ആൻഡ് ഫേഷ്യൽ. സോ ഹിയർ ഈ സ്കള്ളിന്റെ ഭാഗമായിട്ട് വരും നമ്മുടെ ഫേസിന്റെ എല്ലാ ബോൺസും. അതുപോലെ ക്രേനിയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്ത് നിൽക്കുന്ന ആ കവറിങ്ങിനാണ് നമ്മൾ ക്രേനിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ക്രേനിയത്തിന്റെ പോർഷനും അതുപോലെ തന്നെ ഫേഷ്യൽ ബോൺസും എല്ലാം എന്തിൽ വരും? ഈ പറയുന്ന സ്കള്ളിൽ വരും. സ്കള്ളിൽ ഏകദേശം ടോട്ടൽ 22 bones are present in the skull. Okay, സ്കള്ളിൽ 22 ബോൺസ് ഉണ്ട്. ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. So skull it consists of 22 bones and it has cranial bones as 8 and facial bones are 14. Okay, ഇനി ഞാൻ പറഞ്ഞുതരാം ക്രേനിയൽ ബോൺസ് ഏതൊക്കെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറും കൂടി ഒന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. ഫിഗർ 26. അപ്പൊ ഞാൻ ഈ ഓരോ പോർഷൻ വരുന്ന കാണിച്ചു തരാം. ഫ്രണ്ടൽ ബോൺ ഈസ് നത്തിങ് ബട്ട് ദിസ് റീജിയൻ. നമ്മുടെ ആ സ്കള്ളിന്റെ ഏറ്റവും പുറത്ത് ക്രേനിയത്തിന്റെ ഏറ്റവും മുമ്പിൽ കാണുന്ന കവറിംഗ് ആണ് എന്ന് പറയുന്ന ഫ്രണ്ടൽ ബോൺ. അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഭാഗത്ത് വരുന്നതാണ് എന്ത്? പേരിയേറ്റൽ ബോൺ. അതായത് ഫ്രണ്ടൽ ബോണിന്റെ രണ്ട് ഭാഗത്തായിട്ട് വരുന്നതാണ് പേരിയേറ്റൽ ബോൺ. അതേപോലെ അതിന്റെ തൊട്ട് ഇങ്ങോട്ട് ഈ ചെവിയുടെ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന രണ്ട് ബോണാണ് ടെമ്പറൽ ബോൺ എന്ന് പറയുന്നത്. അതേപോലെ ഓക്സിപിറ്റൽ ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ ബാക്ക് വശത്ത് കാണുന്ന ബോണിനെയാണ് ഓക്സിപിറ്റൽ ബോൺ എന്ന് പറയുന്നത്. അതേപോലെ സ്പീനോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടൽ ബോണും പേരിയേറ്റൽ ബോണും ഈ ടെമ്പറൽ ബോണും ഇതിന് മൂന്നിനെയും കൂടി കണക്ട് ചെയ്തിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രേനിയത്തിന്റെ ഏറ്റവും കോംപ്ലക്സിറ്റി ഉള്ള ഒരു ബോണാണ് സ്പീനോയിഡ് ബോൺ എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ ദേ ഹാവ് ഗിവൻ ദാറ്റ് ഫ്രണ്ടൽ ബോൺ, പേരിയറ്റൽ ബോൺ ആൻഡ് ടെമ്പറൽ ബോൺ. ഇൻ ബിറ്റ്വീൻ ദാറ്റ് വൈറ്റ് കളറിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്ന അതിന് രണ്ടിനെയും കൂടി കണക്ട് ചെയ്തിട്ട് നമ്മുടെ തലയുടെ ഉൾഭാഗത്ത്, അതായത് ക്രേനിയത്തിന്റെ എന്താ പറയാ ഈ മൂന്നെണ്ണത്തിനെയും കൂടി കണക്ട് ചെയ്തിട്ട് കാണുന്ന പോലെ കാണുന്ന ഒരു ബോണാണ് സ്പീനോയിഡ് ബോൺ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കോംപ്ലക്സിറ്റി കൂടിയ ക്രേനിയത്തിന്റെ ബോൺ. ദെൻ വി ക്യാൻ സി ആൻ എത്മോയിഡ് ബോൺ. എത്മോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ കണ്ണിന്റെ ഉൾഭാഗത്ത് അതിന്റെ സെന്ററിലേക്ക് വരുന്ന, അതായത് രണ്ടിന്റെയും ബാക്കിലേക്ക് വരുന്ന ഒരു ബോണാണ് എന്ത്? എത്മോയിഡ് ബോൺ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ
8 different types of bones present in the cranium. അതിൻ്റെ നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്ത് നിൽക്കുന്ന ആ റീജിയനിൽ വരുന്ന ബോൺസ് ആണ് ഫ്രണ്ടൽ ബോൺ, പേരിയറ്റൽ ബോൺ 2, ടെമ്പറൽ ബോൺ 2, ഓക്സിപിറ്റൽ ബോൺ, സ്ഫീനോയിഡ് ബോൺ ആൻഡ് എത്മോയിഡ് ബോൺ. ഇവിടെ പേരിയറ്റൽ ബോണും ടെമ്പറൽ ബോണും മാത്രമാണ് എന്തായിട്ട് കാണുന്നുള്ളൂ, പെയർഡ് ആയിട്ട് കാണുന്നുള്ളൂ. Now we will see the facial bones. ഏതൊക്കെയാണ് facial bones നോക്കാം. See here 2 nasal bones are there, that is nothing but this bones. കേട്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 2 nasal bone എന്ന് പറയട്ടെ. ഈ 2 ബോണിനെയാണ് നമ്മൾ nasal bone എന്ന് പറയാം. ഇൻഫീരിയർ nasal bones are there, അതായത് മൂക്കിന്റെ ഉള്ളിൽ കാണുന്ന 2 nasal bone ഉണ്ട്. That is also called as nasal concha. അതും 2 എണ്ണാണ് കേട്ടോ. അപ്പോൾ 2 nasal bones is this one, and inferior nasal bone 2 are there, that is nasal concha. And we can see lacrimal bone. Lacrimal bone എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിന്റെ സോക്കറ്റിന്റെ ഉള്ളിൽ കാണുന്ന 2 ബോൺ ആണ് lacrimal bone എന്ന് പറയുന്നത്. അതുപോലെ maxillas are there too. maxilla എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവിടെ ഈ പല്ലൊക്കെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, ഇതിന്റെ ഈ 2 പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ, maxilla എന്ന് പറയുന്നത്. So 2 maxilla are there and one mandible is present. Mandible എന്ന് പറയുന്നത് ഇതാണ്, ഈ താടിയലിനെയാണ് നമ്മൾ mandible എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ one vomer bone is there. Vomer bone is also associated to the nasal region. അതായത് നമ്മുടെ മൂക്കിനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന വേറൊരു ബോണാണ് vomer bone എന്ന് പറയുന്നത്. അതുപോലെ zygomatic bone is there. Zygomatic bone എന്ന് പറഞ്ഞാൽ വരുന്നില്ല, നമ്മുടെ ഈ ചീക്ക് ബോൺ ഉണ്ടല്ലോ ഇത്, അതായത് നമ്മൾ ഈ ഇങ്ങനെ ഈ ഉന്തി നിൽക്കുന്ന ഈ ബോണില്ലേ, ഇതിനെയാണ് zygomatic bone എന്ന് പറയുന്നത്. That is also called as the cheek bone. Okay, and we can see the palatine bone. Palatine bone എന്ന് പറഞ്ഞാൽ നമ്മൾ വാ തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ അപ്പർ റൂഫ്, അത് നമ്മൾ പറയുന്ന റിപ്പയർ എന്താണ്, പാലേറ്റ് എന്നാണ് അല്ലെ. ആ പാലേറ്റിന്റെ 2 ബോൺസിനാണ് നമ്മൾ പാലറ്റൈൻ ബോൺസ് എന്ന് പറയുന്നത്. സോ 2 palatine bones are also present in the face. ഫേഷ്യൽ ബോൺസ് നേസൽ ബോൺ 2 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ഇൻഫീരിയർ നേസൽ ബോൺ ഓർ കോൺച, നേസൽ കോൺച 2 ആർ ദേ, വൊമർ 1 എണ്ണം ഉണ്ട്. ഇത് 5 എണ്ണവും എന്തിനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന, നോസിനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന. പിന്നെ ലാക്രിമൽ ബോൺസ് ആർ ദേ, ദാറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ഐസ്. മാക്സില, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് റീജിയൻ. മാൻഡിബിൾ ഈസ് ദിസ് വൺ. സൈഗോമാറ്റിക് ബോൺ ഈസ് ദിസ് വൺ. ആൻഡ് വി ക്യാൻ സീ ദ പാലറ്റൈൻ ബോൺ, ഇറ്റ് ഈസ് ഇൻ ദ പാലേറ്റ് റീജിയൻ. ഇത്രയാണ് ഫേഷ്യൽ ബോൺസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഫേഷ്യൽ bones എത്ര ഉണ്ട് ടോട്ടൽ? 14 bones are there. Okay, see here 2, 2, 4, 6, 8, 10, 14. Okay, so 14 bones are there, that is the facial bones. അപ്പോൾ ഈ ക്രേനിയത്തിന്റെയും ഫേഷ്യൽ ബോൺസിനെയും കൂടാതെ നമുക്ക് പിന്നെ കാണാൻ കിട്ടുന്ന ബോൺ എന്ന് പറയുന്നത് എ യു ഷേപ്ഡ് ഹയോയിഡ് ബോൺ ഈസ് പ്രസന്റ്. എ യു ഷേപ്ഡ് ഹയോയിഡ് ബോൺ വിച്ച് ഈസ് പ്രസന്റ് ബിലോ ദ ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റിയുടെ താഴെ കാണുന്ന ഒരു ബോണാണ് യു ഷേപ്ഡ് ഹയോയിഡ് ബോൺ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹയോയിഡ് ബോൺ. ആക്ച്വലി ദിസ് യു ഷേപ്ഡ് ഹയോയിഡ് ബോൺ it is present at the base of the buccal cavity and it is also included in the skull. സ്കള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് അതും കാണുന്നത്, പക്ഷെ നമ്മളിവിടെ പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാക്ട് നമ്പർ അല്ല പറയുന്ന ബോൺസിന്റെ കേട്ടോ. അതേപോലെ നമുക്കറിയാം ഈ ഇയറിന്റെ ഉള്ളിൽ മിഡിൽ ഇയറിൽ കാണുന്ന 3 ബോൺസ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് നമ്മളിവിടെ പറഞ്ഞില്ല. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, this also comes under this skull bone. Okay, malleus, incus, stapes also come under the skull bone. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറയുന്ന ഒരു റീജിയൻ കാണാം അല്ലെ. ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്താണെന്നറിയോ, സ്കള്ളിന്റെ ഏറ്റവും താഴെയുള്ള ഒരു കണക്ഷൻ റീജിയൻ ആണ്. ദാറ്റ് വിൽ ആർട്ടിക്കുലേറ്റ് ദ സ്കൾ വിത്ത് ദ വെർട്ടിബ്രൽ കോളംസ് ഫസ്റ്റ് ബോൺ. വെർട്ടിബ്രൽ കോളത്തിന്റെ ഫസ്റ്റ് ബോണുമായിട്ട് സ്കള്ളിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ പറയുന്ന 2 ഓക്സിപിറ്റൽ കോണ്ടൈൽ കൂടിയിട്ടാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് വി വിൽ കോൾ ദ സ്കൾ ആസ് ഡൈകോണ്ടിലിക് സ്കൾ. ഇതിനെ നമ്മൾ എന്ത് പറയും, ഡൈകോണ്ടിലിക് സ്കൾ എന്ന് പറയും. Skull is dicondylic because occipital condyle 2 are there that will help in articulating the skull with the vertebral column. This is all about the axial skeleton skull region. Now we will see the vertebral column. എന്താ vertebral column എന്ന് പറയുന്നത്? നമ്മുടെ ഈ സ്കള്ളും അതേപോലെ സ്പൈനൽ കോഡ്, സ്കള്ളിന്റെ ആ ഭാഗത്തുനിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന ഈ പുറത്ത് കാണുന്ന ഒരു എന്താ പറയാ, ഇങ്ങനെ ഓരോ ഇതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഓരോ ബോൺസിനാണ് നമ്മൾ എന്ത് പറയാ, വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിൽ കൂടിയാണ് എന്ത് പാസ് ചെയ്യുന്നത്, സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ ദ വെർട്ടിബ്രൽ കോളം വിച്ച് ഈസ് പ്രസന്റ് ഇൻ ഡിഫറെന്റ് റീജിയൻസ് ആർ റെപ്രസെന്റഡ് ആസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെർട്ടിബ്രൽ കോളം. നമ്മുടെ സെർവിക്സിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിന്റെ ഈ ഭാഗം, ഇവിടെ 7 സെർവിക്കൽ വെർട്ടിബ്രാസ് ആർ പ്രസന്റ്. അത് മാമൽസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് കേട്ടോ. മാമൽ
mammals in a characteristic feature and seven cervical vertebrae present. Another exception in that is manatee or sea cow. Sea cow എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ 7 vertebral columns 7 cervical vertebrae അല്ല ഉള്ള that show variation. അതുപോലെ തന്നെ ബ്രാഡിപ്പസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിലും വേരിയേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. Now the next one is thoracic vertebra. Thoracic vertebra എന്ന് പറഞ്ഞാൽ നമ്മുടെ thorax region, അതായത് നമ്മുടെ ഈ ചെസ്റ്റിന്റെ റീജിയൻ ഉണ്ടല്ലോ, ചെസ്റ്റിന്റെ റീജിയനിൽ ഏകദേശം 12 vertebrae are present. Okay, so 12 vertebrae are present in the thoracic region. Lumbar region എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഭാഗമാണ്. വയറിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ 5 vertebrae നമ്മുടെ വയറിന്റെ ഭാഗത്തുണ്ട്. Then after that we can see the sacral vertebra. Sacral vertebra കുഞ്ഞു കുട്ടികളിൽ 5 എണ്ണം കാണും. പക്ഷെ നമ്മുടെ കേസിൽ ആ സേക്രം വരുമ്പോൾ ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് ടുഗദർ. ആ സേക്രം റീജിയൻ 5 എണ്ണം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ vertebra ആയിട്ടാണ് കാണുക. അതുപോലെ കോക്കിക്സ് റീജിയൻ ദാറ്റ് വിൽ ബി ഹാവിങ് എ സിംഗിൾ vertebra that is 1 in number. So here we can see in the case of human beings the vertebral column formula it has given as C7, that is cervical vertebra 7, thoracic vertebra 12, lumbar vertebra 5, sacrum vertebra that is 5 to 1. Okay, so 5 to 1 here, because 5 it is fused together to become as 1, and coccyx it is in the beginning 4 or 5 and it is fused together to 1. Okay, human beings in the case like coccyx onne ullu. Coccyx and extension as tail എന്ന് പറഞ്ഞിട്ട് കാണുന്നത് കേട്ടോ. Now this is all about the vertebral column. അപ്പോൾ vertebral column എത്ര bones ഉണ്ട് ടോട്ടൽ? 26 bones ഉണ്ട്. Cervical 7, thoracic 12, lumbar 5, sacral 1, coccyx 1. Okay, now we will see the sternum. Sternum is the region of the ventral part of our chest. It has a single bone and it support the anterior part of the chest. നമ്മുടെ ചെസ്റ്റിന്റെ anterior പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്ത്? സ്റ്റെർണം എന്ന് പറയുന്നത്. നമ്മുടെ ചെസ്റ്റ് റീജിയനിൽ മാത്രമേ കാണുള്ളൂ, ഒരൊറ്റ ബോൺ മാത്രമാണത്. Next one, ribs. 24 ribs are there or 12 pairs of ribs are present in human body. ആ റിബ്സ് നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അത് അതിന്റെ ആർട്ടിക്കുലേഷൻ അനുസരിച്ചാണ് കേട്ടോ. ഈ റിബ്സ് ആർട്ടിക്കുലേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഡോർസൽ സൈഡിൽ ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ് ആസ് ഇൻ എ ബൈഫർക്കേറ്റഡ് മാനർ. ബിക്കോസ് ഓഫ് ദാറ്റ് വി വിൽ കോൾ ഇറ്റ് ആസ് ബൈസെഫാലിക് റിബ്. Okay, so here dorsally they are attached to the thoracic vertebrae and ventrally it is connected to the sternum with the help of hyaline cartilage, and there we can see the articulation. It has 2 articulation surface on its dorsal end. Because of that we will call it as bicephalic type of rib. ഇതിനെ നമ്മൾ എന്ത് പറയും? Bicephalic rib എന്ന് പറയും കേട്ടോ. അതായത് ഈ റിബ്സ് വന്നിട്ട് നമ്മുടെ ഈ നമ്മൾ പറയില്ലേ ഈ സ്കെലിറ്റൽ സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആ വളച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അസ്ഥികളുണ്ടല്ലോ, അതായത് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു കേജ് പോലെയാക്കി നമ്മുടെ ചെസ്റ്റ് റീജിയൻ ഒരു കേജ് പോലെയാക്കി വെക്കുന്ന ലാറ്ററൽ പാർട്ടിലുള്ള എല്ലാ ബോൺസും കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? റിബ്സ് എന്ന് പറയാം. റിബ്സ് ആസ് ഇറ്റ് ഈസ് പ്രസന്റ് if it is articulated both ventrally and dorsally, അതായത് ബാക്ക് വശം അത് വെർട്ടിബ്രൽ കോളത്തിനോടും ഫ്രണ്ട് വശം അത് സ്റ്റെർണോ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 7 pairs ആണ്. So those ribs we will call as true ribs. Here the articulation of the ribs to the ventral sternum and dorsal vertebral column by hyaline cartilage. ആ ഡോർസൽ സർഫസിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തേക്കുന്ന രണ്ട് സ്ഥലത്ത് ബൈഫർക്കേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് 2 ഭാഗത്തായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ബൈസെഫാലിക് റിബ് എന്ന് പറയും കേട്ടോ. Now false rib is nothing but 8, 9, 10 pair ribs ഇങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ നമുക്ക് കാണാം. അത് dorsally it will be attached to the vertebral column. Ventrally അത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെർണം അവിടം വരെ ഇതിന്റെ ചെസ്റ്റ് റീജിയൻ വരെ ഉള്ളൂ, പിന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നില്ല. സോ ഇറ്റ് ഹാസ് ടു ബി ആർട്ടിക്കുലേറ്റഡ് വിത്ത് ദ 7th rib. ഒരു 7th റിബിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് false rib. Okay, that is attached with hyaline cartilage. So 7th, 8th, 9th, 10th ribs it is attached to the 7th rib with the help of hyaline cartilage, and those ribs as it is not attaching to the sternum region it is called as false rib. Now we can see
11th and 12th rib. 11th and 12th rib, it will not be articulated at the ventral region at all. അതായത് സ്റ്റെർണത്തിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല, വേറൊരു റിബിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അത് ഡോർസൽ പോർഷനിൽ മാത്രം വെർട്ടിബ്രൽ കോളത്തിൽ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്താണ് കാണുക. സോ വി വിൽ കോൾ ദാറ്റ് ആസ് ഫ്ലോട്ടിംഗ് റിബ്. ഇതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് റിബ് എന്ന് പറയും. സോ ഹിയർ വി ക്യാൻ സീ the thoracic vertebrae. Thoracic vertebrae എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 12 എണ്ണം അല്ലേ? Thoracic vertebrae, sternum and ribs. Thoracic vertebrae, sternum, ribbum കൂടി കൂടിയിട്ട് it will make the thoracic cage or rib cage. That makes the rib cage. Okay, so this is all about the axial skeleton. Axial skeleton, it consists of skull, vertebral column, sternum, ribs and ribs. There we can see skull. It consists of cranial bones and facial bones. Cranial bones, it include frontal, parietal, temporal, occipital, sphenoid, ethmoid. And facial bones include nasal bone, inferior nasal bone or nasal concha, lacrimal bone, maxilla, mandible, vomer, zygomatic, palatine bones. And vertebral column, it consists of cervical vertebra, thoracic vertebra, lumbar vertebra, sacral vertebra. Sacral vertebra, it is 5 in number during the young stage, and in adult it will be 1 coccyx, it is single. And sternum, it is a single bone present in the ventral part of the chest region that will support the anterior part of the chest. Ribs, it is 24 in number or 12 pairs. This ribs, as it is articulated to the vertebral column in the dorsal side, and the ventral side, it is articulated in the sternum region. But vertebral column articulate bifurcate articulate bicephalic rib ennu vilikkum. Adipole ribs, there are 3 different types, that is true rib, false rib and floating rib. True ribs are 1 to 7. There it will be articulated both to vertebral column and sternum. False rib, it is 8th, 9th and 10th. There is no articulation to the sternum region. It will be articulated to the 7th rib. And floating rib, it is 11th and 12th, and it is not articulated to the ventral surface at all. That is 11th and 12th. This is all about the axial skeleton. ഇനി നമുക്ക് പഠിക്കാനുള്ളത് appendicular skeleton ആണ്. ഈ എല്ലാ ബോൺസിന്റെ പേര് അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ. നമുക്കത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പറയാൻ പറ്റില്ല എന്തിനെ പറ്റിയിട്ടായിരിക്കും നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. മറ്റേ NCERTസിൽ മറ്റേ ഇത് ബോർഡ് എക്സാമിനാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. അപ്പം നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ഒരു 3-4 ബോൺസിൻ്റെ പേര് പറഞ്ഞായിരുന്നു. ഹയോയിഡ് ബോൺ പറഞ്ഞു, that is a U-shaped bone which is present below the buccal cavity. And another one which we said, that is occipital condyle. 2 occipital condyle ഉണ്ട്. അതാണ് ഈ സ്കള്ളിനെ വെർട്ടിബ്രൽ കോളായിട്ട് കണക്ട് ചെയ്യുന്ന. വെർട്ടിബ്രൽ കോളത്തിന്റെ ഫസ്റ്റ് വെർട്ടിബ്രയ്ക്ക് പറയുന്ന പേരാണ് അറ്റ്ലസ്. അപ്പം ആ സ്കൾ റീജിയനെ അറ്റ്ലസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ റീജിയനാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് വി വിൽ കോൾ ഇറ്റ് ആസ് ഡൈകോണ്ടലിക് സ്കൾ. അതേപോലെ നമ്മൾ മിഡിൽ ഇയറിൽ കാണുന്ന 3 ഇയർ ഓസിക്കിൾസും ശരിക്കും സ്കള്ളിൽ വരുന്നതാണ്, പക്ഷെ ഇവിടെ പറയുന്നില്ല. ദാറ്റ് ഈസ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിൾസ്. പക്ഷെ നമ്മുടെ തിയറി പോർഷനിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. So this is all about the axial skeleton. Appendicular skeleton we'll see in the next session.